പെരുന്നാളാണ് ഈ പ്രാവശ്യം. പെരുന്നാൾ തൊടുപുഴ കൂടാൻ പറ്റിയില്ല. ഈദ്ഗാഹിൽ എറണാകുളത്ത് ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിലുള്ളത്. അപ്പം പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു. വാപ്പ ഉമ്മായി എല്ലാവരും ഇങ്ങോട്ട് വന്നു. ഈ പ്രാവശ്യം എറണാകുളത്താക്കാമെന്ന് ഓർത്തു. നോമ്പ് കഴിഞ്ഞ് പെരുന്നാളാണ് ഈ പ്രാവശ്യത്തെ പെരുന്നാൾ സ്പെഷ്യലാക്കുന്നത്. അച്ഛൻ്റെ സിനിമയാണ് സംഭവം എന്ന് പറഞ്ഞ സിനിമ. തിയേറ്റേഴ്സിൽ നിന്ന് വലിയൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി. വീട്ടിൽ ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പെരുന്നാൾ ഒത്തിരി സ്പെഷ്യലാണ്. ഉറപ്പായിട്ടും വാപ്പായമ്മയും തൊടുപുഴ ഉള്ളത്. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് എപ്പോഴും പെരുന്നാൾ കൂടുതൽ. പക്ഷേ ഇപ്രാവശ്യം എനിക്കും ഷൂട്ടിംഗ് എറണാകുളത്താണ്, അച്ഛനും ഷൂട്ടിംഗ് ഇവിടെയാണ്. അപ്പോൾ ഒരു ചേഞ്ചിന് വീട്ടിൽ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് വന്നു. ഇപ്രാവശ്യം ഈദ്ഗാഹിലാകുമ്പോൾ ഇത്രയും വലിയൊരു ആഘോഷമുണ്ട്, ഇത്രയും ആളുകളുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു അവസരത്തിൽ, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക, ജാതി മത പാർട്ടി രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷം കൂടിയായിരിക്കും പെരുന്നാൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. ഒത്തിരി പ്രിയപ്പെട്ടവർ ഇലക്ഷന് നിൽക്കുന്നുണ്ട്. വളരെ ആകാംക്ഷ തരുന്ന ഒരു ഇലക്ഷൻ ക്യാമ്പയിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ അപ്ഡേറ്റ്സും ന്യൂസ് ചാനലുകളിലുള്ള കവറേജും എല്ലാം കാണുന്നുണ്ട്. പിഷാരടിക്ക് വേണ്ടി ഞാൻ ഇന്നലെ പിഷാരടി ഇന്റർവ്യൂ കാണുമ്പോൾ വളരെ തമാശയൊന്നും ഇല്ലാത്ത, വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ പക്വതയോട് കൂടിയുള്ള ഒരു ഇലക്ഷൻ പ്രചാരണത്തിനാണ് പിഷാരടി ഉന്നം വെക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും എൻ്റെ സഹപ്രവർത്തകരായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കൂടെ ഇലക്ഷന് പ്രചരണത്തിനും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ കൂടെ നിൽക്കണം എന്നുണ്ട്. നോക്കാം. ഉറപ്പായിട്ടും ഞാൻ രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്ന ആളുകളുടെ സ്വഭാവം നോക്കിയിട്ടാണ് ഇത്രയും നാളും രാഷ്ട്രീയ പരിപാടികൾക്കാണെങ്കിലും സപ്പോർട്ടിന് വേണ്ടിയിട്ടാണെങ്കിലും ഇലക്ഷൻ ക്യാമ്പയിൻസിനും എല്ലാം പോയത്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി അംഗീകരിക്കാൻ പറ്റുന്ന വ്യക്തികൾക്ക് വേണ്ടി ഇലക്ഷൻ പ്രചരണത്തിന് പോകണം എന്നാണ് എപ്പോഴും ആഗ്രഹം. അത് തന്നെയായിരിക്കും ഈ പ്രാവശ്യം സംഭവിക്കുക. ഈ പ്രാവശ്യം തൊടുപുഴയിൽ പോകാനുള്ള സമയം കിട്ടിയില്ല. ഷൂട്ടിംഗ് എറണാകുളത്താണ്. അതുകൊണ്ട് തന്നെ എറണാകുളം കലൂർ സ്റ്റേഡിയത്തിലുള്ള ഈദ്ഗാഹിലാണ് എത്തിയത്. വലിയൊരു ആൾക്കൂട്ടം വരുന്നുണ്ട്. എനിക്കൊന്ന് ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്നതിന് മുന്നേ നമുക്ക് പിരിഞ്ഞു പോകാം. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. താങ്ക് യു. തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കയറി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇപ്പോൾ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ന്യൂസ് ചാനൽസിലൂടെ ആണെങ്കിലും അപ്ഡേറ്റ്സ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. വളരെ ആകാംക്ഷയുണ്ട്. ഒരുപാട് പ്രിയപ്പെട്ടവർ, വളരെ അടുത്തറിയാവുന്നവർ, വളരെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നവരൊക്കെ ഇലക്ഷൻ നിൽക്കുന്ന ഒരു വർഷം കൂടിയാണിത്, ഒരു ടേം കൂടിയാണിത്. അപ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. വരും ദിവസങ്ങളിലൊക്കെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ പ്രചാരണത്തിന് പോകണം എന്ന് ആഗ്രഹമുണ്ട്. സമയം അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിലൊക്കെ ഇലക്ഷൻ മണ്ഡലങ്ങളിലൊക്കെ കാണാൻ പറ്റും. പിഷാരടിയെ വളരെ നന്നായിട്ട് ഒരുപാട് നാളായിട്ട് അറിയാം. വളരെ നന്നായി സംസാരിക്കുന്ന, വളരെ നന്നായിട്ട് ഇടപഴകുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള സ്റ്റാൻഡിനെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ട് അറിയാം. വളരെ കൃത്യമായി സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ വളരെ ആകാംക്ഷയോടെ നോക്കി കാണുന്നു പിഷാരടിയുടെ ഒരു കാൻഡിഡേറ്റ് എന്നുള്ളത്. എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട്. വളരെ പേടിയോടുകൂടി തന്നെയാണ് യുദ്ധം എന്നുള്ള കാര്യത്തിനെ നമ്മളെല്ലാവരും നോക്കിക്കാണുന്നത്. കാര്യം ഇത് എപ്പോഴും പറയുന്നത് പോലെ ഇത് വേറെ എവിടെയോ നടക്കുന്നതല്ല, നമ്മുടെ അടുക്കളയിലേക്ക് വരെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതെല്ലാം അവസാനിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.